തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിച്ച കെഎസ്ആർടിസി ഡ്രൈവറെ വെള്ളപൂശാനിറങ്ങി വെട്ടിലായി മാധ്യമങ്ങൾ. പ്രതിപക്ഷ സൈബർ ഇടങ്ങളും മാധ്യമങ്ങളും താരാട്ടുപാടിയ ഡ്രൈവറുടെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ്. കൈരളിയുടെ വാർത്ത സ്ഥിരീകരിക്കുന്നതായിരുന്നു ഇയാൾക്കെതിരെ ഉയർന്ന ഓരോ പരാതിയും. കെഎസ്ആർടിസി ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിച്ച സംഭവം CPIM-നെതിരെ എക്കാലത്തെയും പോലെ ആഘോഷമാക്കുകയായിരുന്നു മാധ്യമങ്ങൾ. സ്ത്രീ എന്ന പരിഗണന പോലും നോക്കാതെ യദുവിനെ വെള്ളപൂശാനായിരുന്നു ഒരുപറ്റം മാധ്യമങ്ങളുടെ ഇത്തവണത്തെ ദൗത്യം. യദുവിനെതിരായി നിരവധി കേസുകൾ ഉണ്ടെന്ന വസ്തുത പുറത്തു വന്നിട്ടും വെള്ളപൂശാനുള്ള തീവ്രശ്രമത്തിലായിരുന്നു മാധ്യമങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഇയാൾക്കെതിരെ ഫാൻസ് ക്ലബ്ബുകൾ പോലും ഉണ്ടായി. നടി റോഷ്നിയുടെ യദുവിനെതിരായ വെളിപ്പെടുത്തൽ പോലും കാര്യമാക്കാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമുണ്ടായില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിലെ അരമണിക്കൂർ പരിപാടികൾ പോലും റോഷ്നിയുടെ വെളിപ്പെടുത്തലുകൾ പരിഹാസബുദ്ധിയോടെ തിരസ്കരിച്ചു. ഒടുവിൽ റോഷ്നിയുടെ ആരോപണം ശരിവെക്കുന്ന തെളിവുകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. 1 വർഷം മുൻപ് നടന്ന സംഭവം എങ്ങനെ റോഷ്ന ഓർത്തെടുത്തു എന്നതായിരുന്നു അവരുടെ സംശയം. റോഷ്നിയുടെ വാദങ്ങൾ ശരിവെക്കും വിധം 2023 ജൂൺ 18-19 ദിവസങ്ങളിൽ ബസ് ഓടിച്ചത് യദു തന്നെയാണെന്ന് KSRTC ഷെഡ്യൂളിൽ തന്നെ വ്യക്തമാക്കുന്നു. ജൂൺ 19 കുന്നംകുളത്ത് വെച്ച് അപമാനിക്കപ്പെട്ടു എന്നായിരുന്നു റോഷ്നിയുടെ പരാതി. ഇതിന് തൊട്ടു പിന്നാലെ KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലും ഇത് സ്ഥിരീകരിക്കുന്ന മൊഴി യദു നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. മാധ്യമങ്ങളോട് സംസാരിച്ച യദുവിന്റെ ശരീരഭാഷ പോലും തെറ്റ് ഏറ്റുപറയുന്നതായിരുന്നു. ഇക്കാര്യമൊന്നും ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമുണ്ടായില്ല. സോഷ്യൽ മീഡിയയേക്കാൾ തരംതാണ രീതിയിലായിരുന്നു ഇത്തവണയും കേരളം കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്കെതിരായുള്ള മാധ്യമങ്ങളുടെ പടപ്പുറപ്പാട്. വിജിൻ വായാന്തോൾ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.